നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. ഒരു നിഷ്കളങ്കയായ പെൺകുട്ടി വിളിച്ചിട്ട് വളരെ സങ്കടത്തോടെ ഒരു കാര്യം ചോദിക്കുകയാണ്. മാം, എൻ്റെ ജാതകത്തിലെ ആ ഗ്രഹസ്ഥിതി ഇല്ലേ, അതിലെ ആദ്യത്തെ കോളത്തിൽ മാ ഭൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ ഭർത്താവ് അത് കണ്ട ഉടനെ എന്നെ കളിയാക്കാൻ തുടങ്ങി. നോക്കൂ, അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് നീ മന്ദബുദ്ധി എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരി അത് സീരിയസ് ആയിട്ട് എടുത്തു കേട്ടോ. അത് ഭർത്താവ് കുറച്ച് തമാശ രൂപേണ പറഞ്ഞാണെങ്കിലും ഇതെന്താണെന്ന് അറിയാനാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു, അത് മാ എന്ന് പറഞ്ഞാൽ ശനിയെ അടയാളപ്പെടുത്തുന്നു, ഭൂ എന്ന് പറഞ്ഞാൽ ബുധനെ അടയാളപ്പെടുത്തുന്നു. അപ്പോൾ മാ ഭൂ എന്ന് എഴുതിയാൽ മന്ദനും ബുധനും കൂടി ഒരുമിച്ച് യോഗം ചെയ്ത് ഒരു രാശിയിൽ നിൽക്കുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു തമാശ രൂപേണ പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് അത് ആ രീതിയിൽ എടുക്കാൻ പറ്റാതെ കുറച്ച് ഡൗണായി. ഭർത്താവ് കളിയാക്കിയത് അത്ര രീതിയിൽ മനസ്സിലാക്കിയില്ല. നോക്കൂ, നമുക്ക് തമാശ മനസ്സിലാക്കാൻ ഒരു ശേഷി ഇല്ലാത്ത ആളാണെന്ന് കണ്ടാൽ അവരെ അങ്ങനെ ഉപദ്രവിക്കരുത് കേട്ടോ. അവരോട് വീണ്ടും വീണ്ടും തമാശ രൂപേണ പറയുന്ന കാര്യങ്ങൾ അവർ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വലിയ കഷ്ടമായി പോവും. ഭയങ്കര സങ്കടത്തോടെ ആ പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ ഇതൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത്? പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട്, അവർക്ക് ആ സങ്കടം വരുന്നത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അത് നമ്മളും കൂടി ഒന്ന് ഓർക്കുക. ചില തമാശകൾ ക്രൂരമായി പോകുന്നത് അവിടെയാണ്. അതൊന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ വിഷമിപ്പിക്കാതിരിക്കാൻ നമുക്ക് പറ്റും. പിന്നെ തമാശ രൂപേണ പറയുന്ന കാര്യങ്ങൾ തമാശയായിട്ട് എടുക്കാൻ നമുക്ക് കഴിവ് ഉണ്ടാവണം എന്ന രീതിയിൽ നമ്മളും കൂടി ഒന്ന് മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അത് വിട്ടുകളയേണ്ട കാര്യങ്ങൾ, ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ വിട്ടേക്കണം. ഇതൊക്കെ എന്തിനടുത്ത് മനസ്സിൽ വെക്കണേ?